നട്ട്സ് കൊണ്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് എള്ളാണ് എടുത്തിരിക്കുന്നത്. അത് ബ്ലാക്കും വൈറ്റും എള്ളും എടുത്തിട്ടുണ്ട്, പംകിൻ സീഡ് എടുത്തിട്ടുണ്ട്, പിസ്താഷ്യോ, കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്, പിന്നെ ചിയ സീഡ് എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ ഉണക്ക മുന്തിരിങ്ങയാണ് എടുത്തിരിക്കുന്നത്, പിന്നെ ആൽമണ്ടും പീനട്ടുമാണ് എടുത്തിരിക്കുന്നത്. അത് കുറച്ചേ ഉള്ളൂ. പിന്നെ ഡേറ്റ്സ് കുറച്ചെടുത്തിട്ടുണ്ട്, പിന്നെ ഇത് ഫിഗ് ആണ്, അത്തിപ്പഴമാണ്. അപ്പോൾ ഇത്രയും എടുത്തിട്ടുണ്ട്. അത്തിപ്പഴം എപ്പോഴും ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം, അല്ലെങ്കിൽ അതിൽ പൂ പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളം അത്തിപ്പഴത്തിലും നമ്മുടെ റൈസനിലും ഒഴിച്ച് വെക്കുകയാണ്, ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി. ആ സമയം നമുക്ക് എല്ലാ നട്ട്സും ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒരുപാട് വേണ്ട, ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. അങ്ങനെ ഞാൻ ഓരോന്ന് ഇതിൽ ചൂടാക്കുന്നത്. ഇപ്പം നമ്മുടെ കയ്യിൽ എന്തെല്ലാം ഉണ്ടോ നട്ട്സ് അതെല്ലാം എടുക്കാം കേട്ടോ. ഇന്നത് ആണ് അങ്ങനെയൊന്നുമില്ല. പിന്നെ ഈ കുറച്ച് വലുതായിട്ടുള്ള നട്ട്സ് ആണെങ്കിൽ അതിനെ ചെറുതായിട്ട് ഇത് കണക്ക് ഒരുപാട് പൊടിക്കേണ്ട, ഒന്ന് രണ്ടോ മൂന്നോ കഷ്ണം പോലെ ഇത് കണക്കൊന്ന് ആക്കി കൊടുത്താൽ അത് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. അതേ കണക്ക് ഞാൻ പിസ്താഷ്യവും നമ്മുടെ കാഷ്യൂനട്ടും ഇതേപോലെ ചെറുതായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ഉടച്ച് കൊടുക്കുന്നത്. പിന്നെ ഇത് എള്ളാണ്. എള്ളൊക്കെ അതേപോലെ തന്നെ ഇട്ട് കൊടുക്കാം. ചിയ സീഡ്, പിന്നെ ഫ്ലെക്സ് സീഡൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇടാം കേട്ടോ. പിന്നെ ഇത് കറുത്ത എള്ളാണ്. അങ്ങനെ ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. അതിനുശേഷം നമ്മളവിടെ സോക്ക് ചെയ്യാൻ വെച്ച ഇത് നമ്മുടെ റൈസനാണ്. അപ്പോൾ അത് വെള്ളമൊക്കെ കളഞ്ഞ് പിഴിഞ്ഞെടുത്തിട്ട് നന്നായിട്ട് ഇതേപോലെ അരിഞ്ഞെടുക്കുക. അതേപോലെ അത്തിപ്പഴവും ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. ഇത് രണ്ടും അരിഞ്ഞ് ഒരു സെപ്പറേറ്റ് ആക്കി വെക്കണം. എന്നിട്ട് ഒരു പാനിൽ ഒരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഇതിനെ എടുത്ത് നന്നായിട്ട് ഒന്ന് വറുക്കുക. ഇതിങ്ങനെ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മൾ ആ ഒഴിച്ച വെള്ളത്തിൻ്റെ അംശമൊക്കെ പോകാനാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് അത് കേടുവരും, ഒരുപാട് നാൾ ഇരിക്കില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നന്നായിട്ട് ഇതിനെയും കൂടെ ഒന്ന് വറുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നും അതേ പാനിൽ തന്നെ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നമ്മുടെ ഡേറ്റ്സ് ആണ്. അപ്പോൾ ഇതിനെ ഞാനൊന്ന് സോഫ്റ്റാക്കി എടുക്കുന്നു. വേണമെങ്കിൽ അതിനെ അരച്ചെടുക്കാം. അപ്പോൾ നമ്മളൊന്ന് പേസ്റ്റാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഞാൻ ഇതിൽ ചേർക്കുന്നുള്ളൂ. പിന്നെ ഇതെല്ലാം കൂടെ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര പാനി ഒഴിക്കാം കേട്ടോ. ഞാൻ കുറച്ച് തേനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരത്തിന്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതേപോലെ നമ്മൾ ആക്കിയെടുക്കണം. നീളത്തിലിങ്ങനെ ആക്കിയിട്ട് ഒരു വാക്സ് പേപ്പറിൽ വെച്ചിട്ട് വേണം കേട്ടോ. എന്നിട്ട് ഇതേപോലെ ചുരുട്ടി റൗണ്ട് പോലെ ആക്കി എടുത്ത് ഇതിനെ നമുക്ക് ഫ്രിഡ്ജിലാണെങ്കിൽ നമുക്ക് ഒരു അരമണിക്കൂറും, പിന്നെ ഫ്രീസറിലാണെങ്കിൽ ഒരു 15 മിനിറ്റും വെക്കാം കേട്ടോ. ഇത് ഒന്ന് സെറ്റാവാൻ വേണ്ടിയാണ് അതിനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ ഒരു ½ ആൻ അവർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഒന്ന് ഉറഞ്ഞ് കിട്ടും കേട്ടോ. എന്നിട്ട് നമുക്ക് എത്ര കനത്തിൽ വേണം അതേപോലെ ഇതേ കണക്ക് പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എല്ലാം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. എന്നിട്ട് ഒരു കണ്ടെയ്നറിൽ ഇതേപോലെ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം കേട്ടോ. നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് യൂസ് ചെയ്യാം.